ഹലോ കൂട്ടുകാരെ, എല്ലാവരെയും ഗാലക്സി ടോക്സ് ബൈ അഫീഖ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരു GK ബേസ്ഡ് ചാനലാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1 ഇതാണ്: ആദ്യമായി കടലാസ് രഹിത ബജറ്റ് അവതരണം നടത്തിയ സംസ്ഥാനം ഏതാണ്? ആദ്യമായി കടലാസ് രഹിത ബജറ്റ് അവതരണം നടത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളമാണ് ആദ്യമായി കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചത്. ചോദ്യം 2: വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന തിരഞ്ഞെടുത്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന തിരഞ്ഞെടുത്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം കൊച്ചി. ചോദ്യം 3: ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഉപയോഗിച്ച് കങ്കാരു ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഉപയോഗിച്ച് കങ്കാരു ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഉപയോഗിച്ച് കങ്കാരു ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കൂടിയാണ് കങ്കാരു. ചോദ്യം 4: കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്ന് അറിയപ്പെടുന്ന നദി. ചോദ്യം 5: ആറാമത്തെ മുഗൾ അധികാരി ഔറംഗസീബിൻ്റെ പേരിനോട് ചേർന്ന് വരുന്ന ആലംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആറാമത്തെ മുഗൾ അധികാരി ഔറംഗസീബിൻ്റെ പേരിനോട് ചേർന്ന് വരുന്ന ആലംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ലോകജേതാവ്. ലോകജേതാവ് എന്നതാണ് ആലംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം. ചോദ്യം 6: 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ ആരാണ്? 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആര്? ഉത്തരം വിദർഭ. വിദർഭയാണ് 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാർ. കേരളത്തെ ഫൈനലിൽ തോൽപ്പിച്ചാണ് അവർ കിരീടം നേടിയത്. കേരളമാണ് ആ ടൂർണമെൻറ്റിലെ റണ്ണറപ്പായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ഏതാണ്? ഉത്തരം നന്ദിയോട്. തിരുവനന്തപുരത്തെ നന്ദിയോടാണ് സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം. ചോദ്യം 8: വനിതകളുടെ അർബുദം നിയന്ത്രിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? വനിതകളിലെ അർബുദ രോഗം നിയന്ത്രിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആരോഗ്യം ആനന്ദം എന്നതാണ്. ആരോഗ്യം ആനന്ദമാണ് വനിതകളിലെ അർബുദ രോഗം നിയന്ത്രിക്കാനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആരോഗ്യം ആനന്ദം. ചോദ്യം 9: യൂത്ത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരം ആര്? യൂത്ത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി കായിക താരം HS പ്രണോയാണ്. ബാഡ്മിൻ്റൺ താരം HS പ്രണോയാണ് ആദ്യമായി യൂത്ത് ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളി കായിക താരം. ചോദ്യം 10: ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് രേഖാ ഗുപ്തയാണ്. രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ ചുമതലയേറ്റത്. ചോദ്യം 11: ലെബനൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ലെബനൻ്റെ പുതിയ പ്രസിഡന്റായി അടുത്തിടെ ചുമതലയേറ്റത് ആരാണ്? ഉത്തരം നവാഫ് സലാം. നവാഫ് സലാമാണ് അടുത്തിടെ ലെബനൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത്. അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.